നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിലേക്കുള്ള അപ്പോയിന്റ്മെന്റിനായിട്ടുള്ള ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ നമ്പർ CEN 8/2024 എന്നുള്ളതാണ്. ഇപ്പോൾ റെയിൽവേയുടെ വേറൊരു നോട്ടിഫിക്കേഷനും ലൈവാണ്, അതായത് 7/2024. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് 8/2024 ഡീറ്റെയിൽസ് ആണ്. അതായത് ഇത് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. വേരിയസ് പോസ്റ്റിലേക്കാണ് ഇവർ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ലെവൽ 1 എന്നാണ് ഇതിന് പോസ്റ്റിനെ പറയുന്നത്. പല കാറ്റഗറിയിലേക്കുള്ള അസിസ്റ്റന്റ്, അതായത് ട്രാക്ക് മെക്കാനിക്ക്, ബ്രിഡ്ജ്, SNT അതായത് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, പോയിന്റ്സ്മാൻ, അസിസ്റ്റന്റ് ഇൻ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ലോക്കോ ഷെഡിലേക്ക് ഇലക്ട്രിക്കല്, അതുപോലെ ഡീസല്, അങ്ങനെയുള്ള ലോക്കോ ഷെഡുകളിലേക്കുള്ള അസിസ്റ്റൻസ്, അങ്ങനെ പല വിഭാഗത്തിലേക്കാണ് ഇവർ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ഈ അഡ്വർടൈസ്മെന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിത് നോക്കാം. 67 പേജാണ് ഈ മൊത്തം നോട്ടിഫിക്കേഷനിലുള്ളത്. നിങ്ങൾ തറവായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പല ഫീൽഡ്സും പിന്നെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇതിന് കറക്റ്റ് ചെയ്യാൻ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ടൈം ലിമിറ്റിൽ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്താൽ മാത്രമേ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ചില ഫീൽഡ്സ് ഒന്നും കറക്റ്റ് ചെയ്യാനും സാധിക്കില്ല. അതോടൊപ്പം തന്നെ പല സർട്ടിഫിക്കറ്റ്സിന്റെ ഫോർമാറ്റും അപ്പൻഡിക്സുകളിൽ കൊടുത്തിട്ടുണ്ട്. കാസ്റ്റിന്റെ ആനുകൂല്യം നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ്, അതായത് SC, ST, OBC, അതുപോലെ EWS, അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സ് സർവീസ്മെൻ ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ്, പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അതിന്റെ ഡിസബിലിറ്റി തെളിയിക്കാനുള്ള സ്റ്റാൻഡേർഡ്സ്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്ക്രൈബിന് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം അനക്സറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾ വാങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോയിൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇതിൻ്റെ എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എത്ര ഏജ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഏതൊക്കെയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ്, ഇതിന് റിട്ടൺ ടെസ്റ്റ് ഉണ്ടോ, ടെസ്റ്റിൻ്റെ സിലബസ് എന്താണ്, എവിടേക്കാണ് വേക്കൻസികളുള്ളത് എന്നുള്ളതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അടുത്തൊരു വീഡിയോയിൽ ഞാനിത് എങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കാരണം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് പോവാം. ഈ നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് സ്റ്റാർട്ട് ചെയ്ത് 23 ജാനുവരിയിലാണ്. ഇത് 22 ഫെബ്രുവരി 2025 രാത്രി 11:59 വരെ ഇതിൻ്റെ ലിങ്ക് ഓപ്പൺ ആയിരിക്കും. അന്ന് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നോമിനൽ ഫീസ് ഉണ്ട്. ആ ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് 2 ദിവസം കൂടി അവർ എക്സ്റ്റൻഷൻ തരുന്നുണ്ട്. അതായത് 24/2/2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ പേ ചെയ്യാം. ഇതോടൊപ്പം തന്നെ നിങ്ങളിത് ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു പേജിലേക്കാണ് ആദ്യം നിങ്ങൾ പോകുന്നത്. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പേജിൽ നിങ്ങൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ, ഫാദറിൻ്റെയും മദറിൻ്റെയും പേര്, ഇതൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ കൊടുക്കേണ്ടത്. ഓൾറെഡി നിങ്ങൾ റെയിൽവേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നെ മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ അതൊഴിച്ച് ബാക്കി മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അതിനും ഈ വിൻഡോ ഓപ്പൺ ആയിരിക്കും. അതായത് നമ്മൾ ഓൺലൈൻ ഫീസ് അടച്ചതിന് ശേഷം പിറ്റേ ദിവസം തുടങ്ങി ഈ വിൻഡോ ഓപ്പൺ ആവും. അതായത് 25/2/2025 മുതൽ 6/3/2025 വരെ ഇതിൻ്റെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന് ഫീസ് നൽകേണ്ടതാണ്. 250 rupees ആണ് കറക്ഷൻ വിൻഡോന്റെ ഫീസ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷന്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. ഇതിന്റെ എക്സാം ഉണ്ട്, റിട്ടൺ ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എല്ലാം ഉണ്ട്. ഈ ഡേറ്റുകളെല്ലാം അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ അറിയിക്കുന്നതായിരിക്കും. ആ സമയം ഞാനിത് നോട്ടിഫൈ ചെയ്യാം. അപ്പം നമുക്കിതിന്റെ ബാക്കി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും സാലറി ഒക്കെ എന്താണെന്ന് നോക്കാം. ഈ പോസ്റ്റ് ലെവൽ 1 പോസ്റ്റ് ആണ്. ഇതിന്റെ ഇനീഷ്യൽ സാലറി 18,000 rupees ആണ്. പിന്നെ ഓരോ വിഭാഗക്കാർക്കും മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട്.
അതായത് മെന്നിനും ഫീമെയിലിനും അതുപോലെ തന്നെ ചില പോസ്റ്റുകളിലേക്ക് പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്കും അപ്ലൈ ചെയ്യാം. അവരുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളതിനെ എല്ലാ കുറിച്ചും ഇവർ അനക്സറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ പെടുന്നത്, നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണോ എന്നുകൂടി നോക്കേണ്ടതുണ്ട്. അടുത്തത് ഏജിന്റെ കാര്യമാണ്. നോർമലി 18 to 33 ഇയേഴ്സ് ആണ് ഇവര് റെയിൽവേയിൽ ഏജ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ COVID-19 സാഹചര്യം മൂലം പലർക്കും ഏജ് ഓവറായി പോവുകയും അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ ഇരുന്നതുകൊണ്ട് 3 വർഷത്തേക്ക് ഒരു 1 ടൈം ഏജ് റിലാക്സേഷൻ ഇവർ നൽകുന്നുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി പറയുകയാണെങ്കിൽ 32,438 വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഏജിന്റെ കാര്യം പറഞ്ഞു. 18 തുടങ്ങി 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിൽ ഓൾറെഡി റിസർവേഷൻ അവൈലബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ആ റിസർവേഷൻ തുടർന്നും ലഭിക്കും. അതായത് OBCക്ക് NCL കാറ്റഗറിയിലുള്ള OBCക്ക് 3 ഇയേഴ്സും SC/STക്ക് 5 ഇയേഴ്സും അൺറിസർവ്ഡ് അല്ലെങ്കിൽ EWS കാറ്റഗറിയിൽ വരുന്ന എക്സ് സർവീസ്മെന് 3 ഇയേഴ്സും OBC NCL കാറ്റഗറിയിൽ വരുന്ന എക്സ് സർവീസ്മെന് 6 ഇയേഴ്സും SC/ST വിഭാഗത്തിൽപ്പെടുന്ന എക്സ് സർവീസ്മെന് 8 ഇയേഴ്സും ഏജ് റിലാക്സേഷൻ ലഭിക്കും. അതുപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്ക് അത് അൺറിസർവ്ഡ് ആൻഡ് EWS കാറ്റഗറിയിലുള്ളവർക്ക് 10 വർഷവും OBC NCL 13 വർഷവും SC/STക്ക് 15 വർഷവും ഏജ് റിലാക്സേഷൻ ലഭിക്കും. ഇനി ഇതുപോലെ തന്നെ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. അതായത് 40 തുടങ്ങി 45 വയസ്സ് വരെയുള്ളവർക്ക് വരെ അപേക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഏജ് ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒരു അപ്പർ ലിമിറ്റ് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏത് കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിലും ഈ ലിമിറ്റിന്റെ ഉള്ളിൽ വരാൻ പാടുള്ളൂ. അതായത് അൺറിസർവ്ഡ് ആൻഡ് EWS കാറ്റഗറിയിൽ പെടുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2/1/1989 വരെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി OBC നോൺ ക്രീമിലെയറിൽ പെട്ടവരാണെങ്കിൽ 2/1/1989 വരെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ 2/1/1984 വരെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ലോവർ ഏജ് ലിമിറ്റ് പറയുന്നത് 1/1/2007 ആണ്. അതായത് അതിനുശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെയാണ് പോസ്റ്റുകൾ എന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ ഇതിന്റെ ഏജ് ക്രൈറ്റീരിയയും പറഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th പാസ്, അതല്ലെങ്കിൽ ITI ഓർ ഇക്വലന്റ്, അതല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഗ്രാൻഡഡ് ബൈ NCVT, അതായത് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്. ഇവിടെ നിന്ന് ലഭിച്ച നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇതാണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഈ ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ഇതിനെല്ലാം അപ്പിയർ ചെയ്യുകയാണെങ്കിൽ, അത് നിങ്ങൾ പാസ്സായിട്ടില്ല, നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഡിപ്ലോമ അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഗ്രാജുവേറ്റ് ആക്ട് അപ്രന്റീസിനും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് നോക്കാം. റിക്രൂട്ട്മെന്റ് 4 സ്റ്റേജ് ആയിട്ടാണ്. ഫസ്റ്റ് സ്റ്റേജ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. സെക്കൻഡ് സ്റ്റേജ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. തേർഡ് സ്റ്റേജ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഫോർത്ത് സ്റ്റേജ് മെഡിക്കൽ എക്സാമിനേഷനും ആണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ സ്റ്റേജസിലും അപ്പിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇത് 90 മിനിറ്റ്സ് ഡ്യൂറേഷനുള്ള ഒരു ടെസ്റ്റ് ആണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സും ജനറൽ ഇന്റലിജൻസും ആൻഡ് റീസണിങ്. ടോട്ടൽ 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇതിൽ ഓരോ ഹെഡ്സിൽ നിന്നും എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് നോക്കാം. ജനറൽ സയൻസിൽ നിന്ന് 25 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മാത്തമാറ്റിക്സിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഇവർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിലാണ്. ഓരോ കറക്റ്റ് ആൻസറിനും 1 മാർക്ക് ലഭിക്കും. ഓരോ റോങ് ആൻസറിനും 1/3 മാർക്ക് ഡിഡക്ട് ചെയ്യും.
എക്സാമിനേഷൻ ടൈം 90 മിനിറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇനി സ്ക്രൈബിനെ അക്കോമ്പനി ചെയ്തിട്ടുള്ള പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്ക് 120 മിനിറ്റ്സ് ആയിരിക്കും എക്സാം ടൈം. നിങ്ങൾ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മിനിമം മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഇതിന് ക്വാളിഫൈ ചെയ്യുള്ളൂ. അതായത് EWSനും അതുപോലെ തന്നെ അൺറിസർവ്ഡ് കാറ്റഗറിക്കും 40%, OBC NCLന് 30%, SCക്കും STക്കും 30%. ഇത്ര പെർസെൻറ്റേജോ അതിൽ മേളിലോ മാർക്ക് വന്നാൽ മാത്രമേ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിഫൈഡ് ആവുകയുള്ളൂ. ഇനി പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണെങ്കിൽ ഇതിൽ നിന്ന് 2 മാർക്ക് കുറവായിരിക്കും ക്വാളിഫയിങ് സ്റ്റാൻഡേർഡ്. സിലബസ് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റേജ് ആണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ മെയിലിനും ഫീമെയിലിനും 2 തരത്തിലാണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന് 35 കിലോഗ്രാം വെയിറ്റ് എടുത്തുകൊണ്ട് 2 മിനിറ്റിനുള്ളിൽ 100 മീറ്റർ നിങ്ങൾ കവർ ചെയ്യണം. അത് താഴെ ഇടാനും പാടില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇത് അവിടെ എത്തുകയും വേണം, 100 മീറ്റർ കവർ ചെയ്യുകയും വേണം. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 35 കിലോഗ്രാം വെയിറ്റ് എന്നുള്ളത് 20 കിലോഗ്രാം വെയിറ്റ് എടുത്താൽ മതി. അതും 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് എത്തണം. അടുത്തത് ഓട്ടമാണ്. അത് 1 കിലോമീറ്റർ, അതായത് 1000 മീറ്റർ നിങ്ങൾ മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 4 മിനിറ്റ് 15 സെക്കൻഡും കൊണ്ട് എത്തണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 5 മിനിറ്റ് 40 സെക്കൻഡും കൊണ്ട് എത്തണം. അപ്പോൾ ഈ വെയിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ വെയിറ്റ് ഒരു മണൽ നിറച്ച ചാക്കായിരിക്കും. ഈ ചാക്ക് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഒരു ബെഞ്ചിലോ, അതായത് നിങ്ങളുടെ വേസ്റ്റിന്റെ ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ചാക്കായിരിക്കും ഈ 35 കിലോഗ്രാം വെയിറ്റ് ഉള്ളത്. ഈ ചാക്ക് എടുത്തിട്ടാണ് നിങ്ങൾ 100 മീറ്റർ പോവേണ്ടത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ചാക്ക് പിടിക്കുക, അതിന് പ്രശ്നമൊന്നുമില്ല. ഏത് വിധത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പിടിച്ചിട്ട് കൊണ്ടുപോകാം. ഇനി ചില കാറ്റഗറി ഓഫ് കാൻഡിഡേറ്റ്സിന് ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് എക്സംഷൻ ഉണ്ട്. ഏതൊക്കെ കാറ്റഗറിയാണെന്ന് നമുക്ക് നോക്കാം. പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, പിന്നെ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസുകൾ, അതോടൊപ്പം എക്സ് സർവീസ്മെൻ. ഈ 3 കാറ്റഗറി ആൾക്കാർക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അപ്പിയർ ചെയ്യേണ്ടതില്ല. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആ സമയം അപ്ലൈ ചെയ്യേണ്ട. പക്ഷേ അതിനുശേഷം നിങ്ങളുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ നിങ്ങൾക്ക് റിസർവ് ചെയ്ത പോസ്റ്റ് അവിടെ വേക്കൻ്റ് ആക്കി ഇട്ടിരിക്കും. അതിനുശേഷം നിങ്ങൾ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പ്രൂവ് ചെയ്ത് കാണിക്കണം. ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എന്താണോ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വെയിറ്റും അതുപോലെ തന്നെ ടൈമും അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് 2 സ്റ്റേജുകളിലായിട്ടായിരിക്കും നടത്തുന്നത്. ആദ്യത്തെ സ്റ്റേജ് തന്നെയാണ് നിങ്ങൾ ഈ വെയിറ്റ് എടുത്തിട്ട് പോകേണ്ടത്. രണ്ടാമത്തെ സ്റ്റേജാണ് റണ്ണിങ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് പാസ്സായാൽ മാത്രമേ നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുള്ളൂ. അടുത്ത സ്റ്റേജാണ് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ആ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് റിസർവേഷൻ വല്ലതും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും ബാക്കി എല്ലാ ഡീറ്റെയിൽസും എന്തൊക്കെയാണോ അവർക്ക് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ആയിട്ട് വേണം നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോവേണ്ടത്. ഇനി നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതുണ്ട്. അത് ഫീ കൺസെഷൻ ഒന്നും ഇല്ലാത്ത കാറ്റഗറി കാൻഡിഡേറ്റ്സിന് കൊടുക്കേണ്ടത് 500 രൂപയാണ്. ബാങ്ക് ചാർജസ് ഡിഡക്ട് ചെയ്തതിനു ശേഷം 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. ഇനി PWBD കാൻഡിഡേറ്റ്സിന്, ഫീമെയിലിന്, അതുപോലെ ട്രാൻസ്ജെൻഡറിന്, എക്സ് സർവീസ്മെന്, കാൻഡിഡേറ്റ്സ് ബിലോങ് ടു SC ST മൈനോറിറ്റി കമ്മ്യൂണിറ്റി, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് ഇവർക്കെല്ലാം ആപ്ലിക്കേഷൻ ഫീ 250 റുപ്പീസ് ആണ്. ഇതും ബാങ്ക് ചാർജസ് ഡിഡക്ട് ചെയ്തതിന് ശേഷം ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. ഈ ഫീ പേ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അതായത് ഇന്റർനെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ UPI ട്രാൻസാക്ഷനോ ഏത് മോഡ് ഓഫ് ട്രാൻസാക്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് നടത്താം. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും അതുപോലെ തന്നെ ഏജും ഇതിലെല്ലാം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണോ വേണ്ടത് അതെല്ലാം റെഡിയാക്കി വെക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോണിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ഒന്നിൽ കൂടുതൽ സോണുകളിലേക്ക് പല വേക്കൻസിക്ക് അപ്ലൈ ചെയ്താലും അതല്ലെങ്കിൽ ഒരേ വേക്കൻസിക്ക് തന്നെ പല സോണിലേക്ക് അപ്ലൈ ചെയ്താലും നിങ്ങളുടെ കാൻഡിഡേച്ചർ അവർ റിജക്ട് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഡീബാർ ചെയ്യുന്നതുമാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതൊക്കെ സോണിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമെന്നും അതോടൊപ്പം തന്നെ എത്ര വേക്കൻസി അവൈലബിൾ ആണ് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ സോൺ നിശ്ചയിച്ചിട്ട് അങ്ങോട്ടേക്ക് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഇവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഒരു സോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെയിൽവേയിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മിനിമം ഒരു 5 തുടങ്ങി 10 വർഷം വരെ അവിടെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല.
അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക. ഏതാണ് സോൺ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അങ്ങോട്ടേക്ക് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് rrbapply.gov.in എന്നാണ്. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് ടോപ്പിലായിട്ട് നിങ്ങൾക്ക് അപ്ലൈ എന്ന് കാണാം. ആ അപ്ലൈ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ടിലേക്ക് പോകുന്നത്. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡോക്യുമെന്റ്സ് വേണ്ടത്, ആ ഡോക്യുമെന്റ്സ് ഒക്കെ എങ്ങനെ ഇരിക്കണം, അതായത് ഇപ്പോൾ ഫോട്ടോയിനെ കുറിച്ചിട്ട് അവർ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, നിങ്ങളുടെ സിഗ്നേച്ചർ എങ്ങനെ ഇരിക്കണം എന്ന് അതിനെക്കുറിച്ചും ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ബൈ ഫ്രം ടീം അമേസിംഗ് അക്കാഡമിക്സ്.